ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ ശൈലികൾ നിങ്ങൾക്ക് അറിയുന്നതായിരുന്നോ? ഇനി നിങ്ങൾക്കറിയുന്ന ശൈലികളുണ്ട് ഇല്ലേ? അറിയുന്ന ശൈലികളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. ഇന്നത്തെ ശൈലി ഇല്ലത്തെ പൂച്ച, അതാണ് ഇന്നത്തെ ആദ്യ ശൈലി. എവിടെയും പ്രവേശനമുള്ള ആൾ, അങ്ങനെയാണ് അതിനർത്ഥം. അത് പൂച്ചയുടെ സ്വഭാവം എന്താ? അതിന് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതത്തെ സൂചിപ്പിക്കുന്നത് ആണ്, അല്ലെങ്കിൽ ആ സ്വഭാവത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ഒരു ഇല്ലത്തെ പൂച്ചയാണ്, അല്ലെങ്കിൽ ആളൊരു ഇല്ലത്തെ പൂച്ചയാണെന്ന് പറഞ്ഞാൽ എന്താ? എവിടെയും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രവേശന സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത ശൈലി ഇതാണ്, ഇലയിട്ട് ചവിട്ടുക. അതായത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നാണ് ഇതിനർത്ഥം. നമ്മൾ അറിയാതെ തെറ്റ് ചെയ്യും, അറിഞ്ഞിട്ടും ചെയ്യും. അപ്പോൾ ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് വേണം? അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അടുത്ത ശൈലി ഞാൻ പറയാം, ഇഞ്ചി കടിക്കുക. അർത്ഥം ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എന്താ ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം ചിലപ്പോഴൊക്കെ നമ്മളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് വേണം? നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് മറ്റ് കൂട്ടുകാർക്ക് അറിയണ്ടേ? അപ്പോൾ അതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു ബിഗ് ഫോർ മാറ്റർ ഉണ്ടേ. എന്താ അറിയോ? പറയട്ടെ. അതായത് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇതാണ് ബിഗ് ഫോർ മാറ്റർ. ഓക്കെ, താങ്ക് യു.